ഓൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്ലൂട്ട് പഠിച്ച് തുടങ്ങുന്നത് വളരെ തുടക്കത്തിലുള്ള ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബ്ലോയിങ് വളരെ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സൗണ്ടായിരിക്കും ഈ തുടക്കത്തിൽ വളരെ അബ്സല്യൂട്ട് ബിഗിനേഴ്സ് വായിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നമ്മൾ അതിന് ഒരു പോംവഴി നമ്മൾ മാക്സിമം പോയിന്റ് ചെയ്ത് ഊതാക്ഷരം, അത് ഫ്ലൂട്ട് ഇല്ലാതെ ഇങ്ങനെ പോയിന്റ് ബ്ലോയിങ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇങ്ങനെ നമ്മുടെ എയർ ഫുള്ളായിട്ട് വിസ്തരിച്ച് പോകാതെ വളരെ നാരോ ആയിട്ട് പോയിന്റ് ബ്ലോയിങ് പ്രാക്ടീസ് ചെയ്യുക. അത് വെറുതെ ഇങ്ങനെ ഊതിയാൽ മതി. എന്നിട്ട് അത് ഈ ഫ്ലൂട്ടിൻ്റെ ഈ ബ്ലോയിങ് ഹോളിൻ്റെ ഈ ഉള്ളിലേക്കും പോകരുത്, പുറത്തേക്കും പോകരുത്. ഉള്ളിലേക്ക് പോയാൽ സൗണ്ട് വെക്കും, പുറത്തേക്ക് പോയാൽ അപ്പോൾ ഈ വെട്ടിൽ കറക്റ്റായിട്ട് കൊള്ളുക. അപ്പോൾ ഫ്ലൂട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പം നമ്മൾ പലരും വായിക്കുമ്പോൾ ഫ്ലൂട്ട് പിടിച്ചിട്ട് വായിക്കും. അങ്ങനെ വായിക്കാതെ വളരെ പോയിന്റഡ് ആയിട്ട് അപ്പോൾ നമുക്ക് വായിക്കുന്ന സമയത്ത് കിട്ടി ഈ ഫ്ലൂട്ട് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നമ്മുടെ ബ്ലോയിങ് പോയിന്റ് കറക്റ്റ് ചെയ്യുക. അതാണ് ഫ്ലൂട്ട് തുടക്കത്തിൽ പഠിക്കുന്നവർ ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തത് നമ്മുടെ ഫിംഗറിങ് പിടിക്കുമ്പോൾ നമ്മുടെ തമ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. തമ്പ് നമ്മൾ വയ്ക്കുമ്പോൾ നമ്മൾ ചിലർക്ക് ഇങ്ങനെ വെക്കാം, ചിലർ അത് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് വെക്കാം. നമ്മുടെ കൈക്ക് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലായിരിക്കണം രണ്ട് തമ്പ് വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിംഗറിങ് 6 ഹോൾസിൻ്റെ ഫിംഗറിങ് പോയിന്റ്സ്, അതായത് ഈ നമ്മൾ അടഞ്ഞിരിക്കുന്ന ക്ലോസിങ് പോയിന്റ്സ്, അതായത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ സെൻറ്റർ, മിഡിൽ ഫിംഗറിൻ്റെ സെൻറ്റർ, ദെൻ ഈ റിംഗ് ഫിംഗറിൻ്റെ ടിപ്പ്. റൈറ്റും അതുപോലെ തന്നെ. റൈറ്റും ചെറിയ ഫ്ലൂട്ടാണെങ്കിൽ 3ഉം സെൻറ്റർ വെക്കാൻ പറ്റും. അപ്പോൾ ഈ പൊസിഷൻ ശരിക്കും ഉറപ്പിക്കണം. ഇത് ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര നാൾ ഫ്ലൂട്ട് പഠിച്ചാലും ഈ ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കും ഇങ്ങനത്തെ സൗണ്ടുകൾ എത്ര പഠിച്ചാലും നമ്മൾ മാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ ഹോളും അടച്ചടച്ചടച്ച്, ഇപ്പോൾ ആദ്യം നമ്മൾ ഒരു ഹോൾ അടച്ച് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ 2 ഹോള്, 3 ഹോള്. ഈ 3 ഹോൾ അടയ്ക്കുമ്പോഴാണ് നമുക്ക് സാ കിട്ടുന്നത്. ഈ സാ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സായെ വെച്ചുകൊണ്ട് വളരെ സമയമെടുത്ത് നമ്മുടെ ബ്ലോയിങ്ങും ഈ ക്ലോസിങ്ങും കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ 3 ഫിംഗർ അടച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ടൈറ്റ് അപ്പ് ചെയ്ത് പിടിക്കും. അപ്പോൾ 3 കൂടെ അടച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ 1 2 3 ഓരോന്നായിട്ട് അടയ്ക്കും. 1 2 3. ദെൻ അടുത്തത് 4 5 6. 6th പൊസിഷൻ വായിക്കുമ്പോൾ 6th 6 ഹോൾ അടച്ച് വായിക്കുമ്പോൾ കുറച്ചുകൂടി ശക്തിയിൽ വായിക്കാം. പായാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ സാ വായിച്ചു കഴിയുമ്പോൾ സാ രി ഗ മ, ഇത് നന്നായിട്ട് കിട്ടും. നോക്കാം. രണ്ടാമത്തെ പോയിന്റിൽ പാ, ഇപ്പൊ സാ ഉറപ്പിച്ചിട്ട് സരിഗമ വായിക്കുക, പിന്നെ പാ നന്നായിട്ട് ഉറപ്പിക്കുക. കാരണം പായുടെ പ്രത്യേകത 6 ഹോളും അടയണം. ഇതിന്റെ എവിടെയെങ്കിലും ഒരു ചെറിയ ലീക്ക് വന്നാൽ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് പാ ശ്രദ്ധിക്കുക. എങ്ങനെ ഇരിക്കണം, ഈ പാ നന്നായിട്ട് വായിച്ചിട്ട് പതനിസ. ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത് തുടക്കത്തിലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലൂട്ട് പിന്നീട് നല്ല രീതിയിൽ വായിക്കാൻ പറ്റും. കാരണം മറ്റു ഇൻസ്ട്രുമെന്റുകളിലെല്ലാം സൗണ്ട് അവർ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്ലൂട്ടിൽ സൗണ്ട് ഉണ്ടാക്കേണ്ടതും ഒരു പഠിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. മറ്റിപ്പോൾ കീബോർഡ്, വയലിൻ അവരൊക്കെ സൗണ്ട് നല്ല സൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ എത്ര വില കൂടിയ ഫ്ലൂട്ടാണെങ്കിലും നമ്മുടെ ബ്ലോയിങ്ങും ഫിംഗറിങ്ങും കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എപ്പോൾ വായിച്ചാലും നമുക്ക് ആ തൃപ്തിക്കുറവ് നമുക്കും ഉണ്ടാവും, കേൾക്കുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് ഫ്ലൂട്ട് പഠിക്കുന്ന ബിഗിനേഴ്സ് വളരെ കൃത്യമായിട്ടത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.